മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതിനേക്കാൾ ആളുകൾ ഭയപ്പെടുന്നത് വാസ്തവത്തിൽ സ്ട്രോക്ക് വന്ന് ശരീരം തളർന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെയാണ് പ്രമുഖ സ്ട്രോക്ക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനധികം പറയുന്നു, ഒരു കാലത്ത് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടത്ത് ഇന്ന് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഇന്ന് വളരെയധികം 40കളിലും 50കളിലുമുള്ള മധ്യവയസ്കരിൽ ഭയാനകമായിട്ടുള്ള രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള ജീവിതശൈലിയിലും അതിലൂടെ എടുക്കുന്ന മുൻകരുതലുകളുടെ ഭാഗമായിട്ടും 90% സ്ട്രോക്കുകളും തടയാൻ സാധിക്കുമെന്നാണ് ആധുനിക മെഡിക്കൽ ലോകം തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മധ്യവയസ്സിൽ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളാണ് വാസ്തവത്തിൽ ഭാവിയിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നതും എന്നുള്ളതാണ്. ഈ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ എല്ലാ ആളുകളും പലരും തിരിച്ചറിയാതെ പോകുന്നതുമായിട്ടുള്ള ഒരു കാരണമാണ് എട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന അഥവാ ഹൃദയമിടിപ്പിലെ താളപ്പിഴകൾ എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള 5 പേരിൽ ഒരാളെ വീതം ബാധിക്കുന്ന ഈ ഹൃദയരോഗം പലപ്പോഴും യാതൊരുവിധ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ്. ഈ രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ വളരെയധികം 5 ഇരട്ടി കൂടുതലാണ്. ഹൃദയമിടിപ്പ് അസമമാകുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ രക്തം കട്ട പിടിക്കുകയും ഈ രക്തക്കട്ടകൾ പിൽക്കാലത്ത് മസ്തിഷ്കത്തിലെ പ്രധാന ധമനികളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ സ്മാർട്ട് വാച്ചുകളിലൂടെയും അതേപോലെ തന്നെ ഫിറ്റ്നസ് ബാൻഡുകളിലൂടെയും ആധുനിക സെൻസറുകൾ വഴി പല ആളുകൾക്കും ഈ രോഗാവസ്ഥ മുൻകൂട്ടി തിരിച്ചറിയുന്ന ഒരു അറിയാനുള്ള അവസ്ഥകൾ ഇന്നുണ്ട്. നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, അതേപോലെ തന്നെ കടുത്ത ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയോ സ്മാർട്ട് ഉപകരണങ്ങൾ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്താൽ ഒട്ടും വൈകാതെ തന്നെ ഈ ECG പരിശോധിച്ചുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മരുന്നുകൾ ആരംഭിക്കേണ്ടതാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിൽ തന്നെ പ്രധാന ശത്രുവാണ് പുകവലി എന്നുള്ളത്. പുകവലി രക്തധമനികളെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൽ വീക്കമുണ്ടാക്കുകയും രക്തം കട്ട പിടിക്കുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് പുകവലി എന്ന് പറയുന്നത്. ഏത് പ്രായത്തിൽ പുകവലി ഉപയോഗിക്കുന്ന ആളുകളായിക്കോട്ടെ അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ ആണെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പുകവലിക്ക് പകരമായിട്ട് ഇന്ന് യുവാക്കളും അതേപോലെ തന്നെ മധ്യവയസ്കരും ഉപയോഗിക്കുന്ന വേപ്പിംഗ്, നിക്കോട്ടിൻ പൗച്ചുകൾ എന്നിവയും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. നിക്കോട്ടിൻ ശരീരത്തിൽ എത്തുന്നത് തന്നെ രക്തസമ്മർദ്ദം ഉയർത്താനും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാനും കാരണമാകും. ഇതിനേക്കാളെല്ലാം തന്നെ ഉപരിയായിട്ട് ഇന്ന് മധ്യവയസ്കരിൽ സ്ട്രോക്ക് വരാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകളുടെ ഒരു ഉപയോഗം തന്നെയാണ്. പലപ്പോഴും ഉള്ള ഈ ലഹരി ഉപയോഗം പോലും വാസ്തവത്തിൽ രക്തസമ്മർദ്ദത്തിൽ പെട്ടെന്ന് തന്നെ വൻ വർധനവ് ഉണ്ടാക്കുകയും തലച്ചോറിലെ രക്തധമനികൾ പൊട്ടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൽ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു കാരണം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, പാക്കറ്റ് സോസുകൾ, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ എന്നിവയിലെല്ലാം തന്നെ ഉയർന്ന അളവിൽ ഉപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും സ്ട്രോക്ക് പ്രതിരോധത്തിനും എല്ലാം തന്നെ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഭക്ഷണ രീതിയാണ്. എന്ന് വെച്ചാൽ ഇത് ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് 30% കുറയ്ക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, നട്ട്സ്, അതേപോലെ തന്നെ വിത്തുകൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക വേണമെന്നുള്ളതാണ്. ഇറച്ചിക്ക് പകരം കൊഴുപ്പുള്ള മത്സ്യങ്ങളും വെണ്ണയ്ക്ക് പകരം ഈ പറയുന്ന ഒലീവ് ഓയിലും ഉപയോഗിക്കുന്നത് ശീലമാക്കുക, അതാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആളുകളും അവരവരുടേതായിട്ടുള്ള ശരീരത്തിൻ്റെ അളവുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രക്തസമ്മർദ്ദം, അതേപോലെ തന്നെ കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ബോഡി മാസ് ഇൻഡെക്സ്, BMI എന്ന് പറയും, എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത് ഉയർന്ന രക്തസമ്മർദ്ദമാണ് പലപ്പോഴും സ്ട്രോക്കിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് മാറാറുള്ളത്. സാധാരണ നിലയിൽ രക്തസമ്മർദ്ദം 120/80 ആയിരിക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ്. ക്ലിനിക്കുകളിൽ വെച്ച് നടത്തുന്ന പരിശോധനകൾ ഇത് ഏതാണ്ട് 140/90 മുകളിൽ കൂടുകയോ
വീട്ടിൽ വിശ്രമവേളകളിൽ നടത്തുന്ന ചില ടെസ്റ്റുകളിൽ തുടർച്ചയായിട്ട് 135/85 മുകളിൽ വരികയോ ചെയ്താൽ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തേടണമെന്നുള്ളതാണ്. ഇത് വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കൽ കൊളസ്ട്രോൾ പരിശോധന നടത്തുകയും അതേപോലെ തന്നെ അത് ഏതാണ്ട് 5 mmol/L താഴെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുകയൊന്നും വേണമെന്നില്ല. മറിച്ച് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വാസ്തവത്തിൽ മിതമായിട്ടുള്ള വ്യായാമങ്ങളാണ് പല ഘട്ടങ്ങളിലും സ്ട്രോക്കിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഫലപ്രദം എന്നുള്ളതാണ്. ആഴ്ചയിൽ കുറഞ്ഞത് ഏതാണ്ട് ഒരു 150 മിനിറ്റെങ്കിലും മിതമായിട്ടുള്ള രീതിയിൽ വ്യായാമങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. നടക്കുമ്പോഴും സൈക്കിൾ ചവിട്ടുമ്പോഴും ഒക്കെ തന്നെ ഇപ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള കുറഞ്ഞ തീവ്രതയിലുള്ള ഒരു വ്യായാമ മുറകളാണ്. ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് വാസ്തവത്തിൽ വല്ലാതെ കിതച്ച് നമുക്ക് ഒരു സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മളുടെ ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഒരു കുറഞ്ഞ തീവ്രതയിലുള്ള വ്യായാമ മുറകളാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വളരെയധികം ഫലപ്രദമാണ് എന്നുള്ളതാണ്. പക്ഷേ കഥ എങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഇതിനോടൊപ്പം തന്നെ കടുത്ത മദ്യപാന ശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഒപ്പം രാത്രിയിൽ ഏതാണ്ട് 6 മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന വ്യക്തികളിൽ ഈ പറയുന്ന സ്ട്രോക്കിന് സാധ്യത വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില പ്രായോഗികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിനും മൊബൈൽ ഫോണിനും ഒക്കെ തന്നെ മുന്നിൽ മണിക്കൂറുകളോളം അതായത് തുടർച്ചയായിട്ട് ഇരിക്കുന്നത് രക്തയോട്ടം മന്ദഗതിയിലാക്കുമെന്നുള്ളതാണ്. അതിനാൽ തന്നെ ഓരോ 1 മണിക്കൂർ ഇരിക്കുമ്പോഴും 5 മിനിറ്റ് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തിനധികം പറയുന്നത് നമ്മൾ ഓഫീസുകളിൽ ലിഫ്റ്റിന് പകരം പടവുകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കാം. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് അത് കുറയ്ക്കുന്നതിനായിട്ട് ദിവസവും ഒരു 10 മിനിറ്റ് ധ്യാനമോ പ്രാണായാമമോ ചെയ്യുന്നത് നാഡീവ്യൂഹങ്ങളെ ശാന്തമാക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ക്രമീകരിക്കാനും സഹായിക്കും. പ്രായമാകും തോറും ദാഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറയാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളത് തന്നെ ശരീരത്തിൽ നിർജ്ജലീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യവുമുണ്ട്. ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4.5 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. ഇതിനെ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. ഈ സമയത്തിൻ്റെ ഉള്ളിൽ വാസ്തവത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകി കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാനും ശരീരം തളർന്നു പോകുന്നത് തടയാനും സാധിക്കുമെന്നുള്ളതാണ്. ഇതിനായിട്ട് ഫാസ്റ്റ് എന്ന ഒരു സൂത്രവാക്യം എപ്പോഴും നമ്മൾ ഓർത്തു വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്, സ്ട്രോക്ക് വരുന്നതിന് മുന്നുള്ള ഒരു ലക്ഷണമാണ്. അതിൽ ഫാസ്റ്റ് എന്ന് പറയുന്ന സൂത്രവാക്യത്തിൻ്റെ എഫ് എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് എഫ് എന്നാൽ മുഖത്തുണ്ടാകുന്ന ചില മാറ്റം എന്നാണ്, ഫേഷ്യൽ ഡ്രോപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ ചിരിക്കുമ്പോൾ മുഖത്തിൻ്റെ ഒരു വശം കൂടിപ്പോകുക. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് ഫാസ്റ്റിൽ 2ാമത്തെ അക്ഷരമായിട്ടുള്ള എ എന്ന് പറയുന്നത് കൈകളുടെ ബലക്കുറവ്, ആം വീക്ക്നെസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. 2 കൈകളും മുകളിലേക്ക് ഉയർത്താൻ സാധിക്കാതെ വരിക. ഫാസ്റ്റിലെ എസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംസാരത്തിലെ തടസ്സം എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ സ്ലർഡ് സ്പീച്ച്, വാക്കുകൾ കുഴഞ്ഞു പോകുക ആ ഒരവസ്ഥ. ഏറ്റവും ലാസ്റ്റ് അക്ഷരമായിട്ടുള്ള ടി എന്ന് പറയുന്നത് സമയം, ടൈം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും സമയം കളയാതെ രോഗിയെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.